ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് പാർട്ടിലെ അവസാന രംഗങ്ങളാണ് കാണിക്കുന്നത്. സോംബിയായി മാറിയ സാമന്ത തൻ്റെ അമ്മയുടെ ദേഹത്തേക്ക് ചാടി വീഴുകയും അവരെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഈ ഒരു കാഴ്ച കണ്ടുനിന്ന പോലീസ് സാമന്തയെ കണ്ണിലേക്ക് നിറയൊഴിച്ച് കൊലപ്പെടുത്തി. പിന്നീട് സാമന്തയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനായി ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ഈ ഒരു സമയത്തും സാമന്തയുടെ ശരീരത്തിനകത്ത് മുഴുവൻ നിറയെ പുഴുക്കളായിരുന്നു. സാമന്തയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടിരുന്ന ജോർജിലേക്കും ഈ ഒരു സോംബി വൈറസ് വ്യാപിച്ചിരുന്നു. അസ്വസ്ഥത തോന്നിയ ജോർജ് തൻ്റെ സഹോദരിയുടെ ഭർത്താവായ ഡോക്ടറെ കാണാനായി ചെന്നു. ഈ ഒരു കാര്യം തൻ്റെ സഹോദരിയെ അറിയിക്കേണ്ടെന്ന് അളിയനായ ഡോക്ടറോട് അവൻ പ്രത്യേകം പറഞ്ഞിരുന്നു. ഈ ഒരു സമയത്താണ് ജോർജിനെ അവൻ്റെ ശരീരത്തിൽ നിന്നും ആഴ്ന്നിറങ്ങിയിരുന്ന നിലയിലുള്ള സാമന്തയുടെ ഒരു നഖം കെട്ടുന്നത്. ഇക്കാര്യം അവൻ ഏവരിൽ നിന്നും മറച്ചുവെച്ചു. പിന്നീട് പോലീസ് ഓഫീസറായ മരിയാന ഫസ്റ്റ് പാർട്ടിൽ കൊല്ലപ്പെട്ടിരുന്ന ആലീസിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കാനായി ജോർജിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. സാമന്തയുടെ കൈകളാൽ കൊല്ലപ്പെട്ടിരുന്ന ആലീസ് പിന്നീട് ഒരു സോംബിയായി മാറിയിരുന്നു. ജോർജിനെ ആക്രമിക്കാനുള്ള ശ്രമത്തിനിടെ അബദ്ധവശാൽ ജോർജിൻ്റെ കയ്യിലിരുന്നിരുന്ന കത്തി വായിലേക്ക് കുത്തിക്കയറിയാണ് ആ ഒരു സോംബി കൊല്ലപ്പെട്ടിരുന്നത്. ചോദ്യം ചെയ്യുന്ന സമയത്ത് ജോർജ് പാർട്ടി നടന്നിരുന്ന ദിവസം സാമന്ത BJ എന്നൊരു അപരിചിതനുമായി ബന്ധപ്പെട്ടിരുന്നത് താൻ കണ്ടിരുന്നുവെന്ന് അവൻ മരിയാനയോട് വെളിപ്പെടുത്തി. ക്രിമിനലായ BJയെ പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു. അവനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചാൽ ഞങ്ങളെ അറിയിക്കണമെന്ന് മരിയാന ജോർജിനോട് പറഞ്ഞു. എന്നാൽ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി വന്നിരുന്ന ജോർജിനെ BJ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ജോർജ് താമസിച്ചിരുന്നത് അവൻ്റെ മുത്തശ്ശിയോടൊപ്പമായിരുന്നു. വീട്ടിലേക്കെത്തിയ ജോർജ് BJയെക്കുറിച്ച് തനിക്കറിയാവുന്ന വിവരങ്ങൾ മരിയാനയോട് വിളിച്ചു പറഞ്ഞു. ശേഷം കാണിക്കുന്നത് ഒരു വേശ്യയുമായി ബന്ധപ്പെടുന്ന BJയെയാണ്. ക്രൂരനായ BJ അവളെ അവൻ്റെ ആവശ്യത്തിനു ശേഷം ഇഞ്ചക്ഷൻ കുത്തി മയക്കി അവൻ്റെ താവളത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയി. നാൾക്കുനാൾ ജോർജിൻ്റെ ആരോഗ്യസ്ഥിതി വഷളായി വന്നു. പച്ചമാംസം കാണുമ്പോൾ അവനെ അതിനോട് വല്ലാത്തൊരു ആസക്തി ഉടലെടുക്കാൻ ആരംഭിച്ചു. വീട്ടിലേക്കെത്തിയ അവൻ തൻ്റെ മുറിവിൽ നിന്നും ചിലമുഴുകുന്നത് കണ്ട് അവിടെ മരുന്ന് വെച്ച് കെട്ടി. പിറ്റേന്ന് രാവിലെ ജോർജിൻ്റെ ഗേൾഫ്രണ്ടും MBBS സ്റ്റുഡൻറ്റുമായ ടെസി ജോർജിൻ്റെ അമ്മാമ്മയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കാനായി അവൻ്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. ഈ ഒരു സമയത്താണ് ജോർജിന് അവൻ്റെ അളിയനായ ഡോക്ടറുടെ ഫോൺ കോൾ വരുന്നത്. ഞങ്ങൾ നിൻ്റെ ടെസ്റ്റുകളുടെ റിസൾട്ടെല്ലാം പരിശോധിച്ചു, അതിൽ കുഴപ്പമൊന്നുമില്ലെന്ന് അയാൾ ജോർജിനോട് പറഞ്ഞു. അവരുടെ പരിശോധനയിൽ സോംബി വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്താനായി സാധിച്ചിരുന്നില്ല. ഇതേസമയം BJ പോലീസിനായി ഒരു വോയിസ് റെക്കോർഡ് തയ്യാറാക്കുകയായിരുന്നു. സോംബി വൈറസ് ഉപയോഗിച്ച് ഞാൻ ഈ ലോകം മുഴുവൻ നശിപ്പിക്കുമെന്ന് BJ ആ ഒരു വോയിസിൽ പോലീസിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. പ്രതിരോധശേഷിയുള്ളതിനാൽ BJയ്ക്ക് മാത്രം സോംബി വൈറസ് ഏറ്റിരുന്നില്ല. ഈ ഒരു സമയമായപ്പോഴേക്കും ജോർജിൻ്റെ ചർമ്മത്തിൽ ചില നിറവ്യത്യാസങ്ങളെല്ലാം കാണിച്ചു തുടങ്ങിയിരുന്നു. അന്നു രാത്രിയിൽ ജോർജ് ടെസിയെയും കൂട്ടി ആലീസിൻ്റെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാനായി പോയി. ജോർജിൻ്റെ ഇളയനായ ഡോക്ടറും ഗർഭിണിയായ സഹോദരിയുമെല്ലാം അവിടെയുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ചെറിയ ചെറിയ ശബ്ദങ്ങൾ പോലും ജോർജിൻ്റെ ചുവട്ടിൽ ഉച്ചത്തിൽ കേൾക്കാൻ ആരംഭിച്ചിരുന്നു. അത് സഹിക്കാനാവാതെ നിന്നിരുന്ന ജോർജിൻ്റെ മൂക്കിൽ നിന്നും രക്തത്തുള്ളികൾ അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണത്തിലേക്ക് വീണു. ഭീതിയോടെ വാഷ്റൂമിലേക്ക് പോയ ജോർജ് അവിടെ ഒരുപാട് രക്തം ഛർദ്ദിച്ചു. ഈ ഒരു സമയത്ത് ജോർജിൻ്റെ സഹോദരി സോസാണെന്ന് കരുതി ജോർജിൻ്റെ രക്തമടങ്ങിയ ഭക്ഷണം ഭക്ഷിച്ചു. പ്രോഗ്രാമിന് ശേഷം ജോർജും ടെസിയും കൂടി ബാറിലേക്ക് പോയി മദ്യപിച്ചു. ഇതിനിടെ ടെസി ജോർജിനെ ചുംബിച്ചിരുന്നു. അതേ നേരമാവട്ടെ ജോർജ് കൊടുത്തിരുന്ന BJയുടെ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ ലൊക്കേഷൻ നോക്കി മരിയാന BJയുടെ താവളത്തിലേക്ക് എത്തിയിരുന്നു. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ BJ ബന്ദിയാക്കി വച്ചിരുന്ന വേശ്യയായ സ്ത്രീ ഒരു സോംബിയായി മാറിക്കഴിഞ്ഞിരുന്നു. അത് ആക്രമിക്കാനായി മരിയാനയുടെ ദേഹത്തേക്ക് ചാടി വീണു. സോംബിയെ മരിയാന
വെടിവെച്ച് കൊലപ്പെടുത്തിയെങ്കിലും നിർഭാഗ്യവശാൽ ഈ ഒരു സമയത്തിനുള്ളിൽ സോംബിയുടെ വായിൽ നിന്നും രക്തം മരിയാനയുടെ വായിലേക്ക് വീണിരുന്നു. ടെസി വാഷ്റൂമിലേക്ക് പോയ സമയത്ത് രോഗബാധിതനായ ജോർജ് തലകറങ്ങി താഴെ വീണു. എന്നാൽ ഈ ഒരു സമയത്ത് ബിജെ അങ്ങോട്ടേക്കെത്തി ജോർജിനെ തട്ടിക്കൊണ്ടു പോവുകയാണ്. നിനക്ക് സോംബി വൈറസ് ബാധിച്ചത് സാമന്തയിൽ നിന്നുമാണെന്നും സാമന്തയ്ക്ക് ആ രോഗം പകർത്തിയത് ഞാനാണെന്നും ബിജെ ജോർജിനോട് പറഞ്ഞു. ശേഷം ബിജെ ജോർജിനെ വീട്ടിൽ കൊണ്ടാക്കി. പിറ്റേന്ന് രാവിലെ തൻ്റെ വീട്ടിൽ ഉണർന്ന ജോർജ് യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് അവൻ്റെ രക്തമാണ് പുറത്തേക്ക് വന്നിരുന്നത്. മാത്രവുമല്ല, ഈ ഒരു സമയത്ത് ജോർജ് ഒരുപാട് രക്തം ഛർദ്ദിക്കുകയും ചെയ്തിരുന്നു. തൻ്റെ രോഗം മൂർച്ഛിച്ച് വരികയാണെന്ന് ജോർജ് ഭീതിയോടെ തിരിച്ചറിഞ്ഞു. അങ്ങനെ അവൻ അവിടെ നിന്നും തൻ്റെ അളിയനായ ഡോക്ടറുടെ പക്കലേക്ക് പോവുകയാണ്. എന്നാൽ തലേ ദിവസം അവൻ്റെ വീട്ടിലേക്ക് എത്തിയിരുന്ന ബീച്ച് അവൻ്റെ മുത്തശ്ശിയുടെ ശരീരത്തിലും സോംബി വൈറസ് കുത്തിവെച്ചിരുന്നത് ജോർജ് അറിഞ്ഞിരുന്നില്ല. അവൻ്റെ മുത്തശ്ശി ഒരു സോംബിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യം അറിയാതെ 2 യുവാക്കൾ ജോലിയുടെ ഭാഗമായി ജോർജിൻ്റെ വീട്ടിലേക്ക് ചെന്നിരുന്നു. ജോർജ് തൻ്റെ ഇളയൻ്റെ പക്കലേക്ക് ചെന്ന് നിങ്ങളുടെ പരിശോധനാ ഫലങ്ങൾ തെറ്റായിരുന്നുവെന്നും ഞാനിപ്പോൾ രോഗബാധിതനാണെന്നും അദ്ദേഹത്തെ അറിയിച്ചു. ഇത് കണ്ടതോടെ നീ ക്വാറന്റീനിൽ ഇരിക്കണമെന്ന് അയാൾ ജോർജിനോട് നിർദ്ദേശിച്ചു. എന്നാൽ ജോർജ് അതിന് സമ്മതിച്ചില്ല. ഇതിനെല്ലാം കാരണക്കാരനായ ബിജെയെ എത്രയും വേഗം പിടികൂടണമെന്ന് ജോർജ് അയാൾക്ക് മറുപടി നൽകി. ഇതേസമയം ബിജെയുടെ വീട് റെയ്ഡ് ചെയ്തിരുന്ന മരിയാന താൻ അവിടെ നിന്നും കണ്ടെടുത്തിരുന്ന തെളിവുകളെല്ലാം സീനിയർ ഓഫീസർക്ക് മുന്നിൽ ഹാജരാക്കുകയും എല്ലാത്തിനും പുറകിൽ ബിജെയാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സമയത്ത് സീനിയർ ഓഫീസർ സോംബി വൈറസ് ലോകം മുഴുവൻ വ്യാപിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ബിജെയുടെ ഓഡിയോ സന്ദേശം മരിയാനയെ കേൾപ്പിച്ചു. രോഗം മൂർച്ഛിച്ചതോടെ ജോർജ് ഒരു ഷോപ്പിലേക്ക് ചെന്ന് കുറച്ച് മരുന്നുകളെല്ലാം വാങ്ങി അവിടുത്തെ വാഷ്റൂമിലേക്ക് ചെന്നു. ശരീരത്തിനകത്തുണ്ടായിരുന്ന പുഴുക്കളെ ഓരോന്നിനെയായി അവൻ പുറത്തെടുക്കുകയും അവിടം തുന്നിച്ചേർക്കുകയും ചെയ്തു. അവൻ അവിടെ നിന്നും നേരെ പോയിരുന്നത് തൻ്റെ കാമുകിയായ ടെസിയുടെ പക്കലേക്കായിരുന്നു. കാരണം തന്നെ ചുംബിച്ചിരുന്നവൾക്കും രോഗബാധിതയുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അവനറിയാമായിരുന്നു. കോളേജിലായിരുന്നു അവളെ ജോർജ് പുറത്തേക്ക് വിളിച്ചിറക്കി. അവനവളെ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കാനായി ശ്രമിക്കുകയാണ്. ശബ്ദം കേട്ട് ആ ക്ലാസ്സിലെ മറ്റൊരു സഹപാഠി കൂടി പുറത്തേക്കെത്തി. ഈ ഒരു സമയത്ത് ടെസി ആ ഒരു സഹപാഠിയുടെ മുഖത്തേക്ക് രക്തം ഛർദ്ദിക്കുകയാണ്. അതോടെ തനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന് ടെസിയും മനസ്സിലാക്കി. അങ്ങനെ അവൾ ജോർജിനൊപ്പം ചെന്നു. ബീജ തൻ്റെ മുത്തച്ഛയെ ആക്രമിക്കുമോ എന്നുള്ള ഭയം മൂലം അവർക്ക് പ്രൊട്ടക്ഷൻ നൽകാനായി ജോർജ് മരിയാനയെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ മരിയാന 2 പോലീസുകാരുമായി രാത്രിയോടെ ജോർജിൻ്റെ വീട്ടിലേക്കെത്തി. നിർഭാഗ്യവശാൽ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ജോർജിൻ്റെ മുത്തശ്ശിയും അങ്ങോട്ടേക്ക് ചെന്നിരുന്ന യുവാക്കളും സോംബികളായി മാറിക്കഴിഞ്ഞിരുന്നു. ജോർജിൻ്റെ മുത്തശ്ശി കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ്റെ മൂക്ക് കടിച്ചെടുത്തു. ഇതേ നേരം തന്നെ സോംബികളായ യുവാക്കളും പോലീസിനെ ആക്രമിക്കാനൊരുങ്ങി. അതോടെ മരിയാനയ്ക്കും കൂട്ടർക്കും ആ 3 സോംബികളെയും വെടിവെച്ച് കൊല്ലേണ്ടതായി വന്നു. ഇതേസമയം ടെസി ജോർജിൻ്റെ ശരീരത്തിലുള്ള പുഴുക്കളെ ഓരോന്നിനെയായി പുറത്തെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ശ്രദ്ധക്കുറവ് മൂലമാണ് നിനക്ക് അസുഖം ബാധിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ജോർജ് അവളോട് ക്ഷമ ചോദിച്ചു. പിന്നീട് ടെസി തൻ്റെ കണ്ണിൽ വെച്ചിരുന്ന ലെൻസ് എടുത്ത് മാറ്റാനായി വാഷ്റൂമിലേക്ക് ചെന്നു. എന്നാൽ ആ ലെൻസ് എടുക്കുന്ന സമയത്ത് അവളുടെ കണ്ണു തന്നെ പറഞ്ഞു പോരുകയാണ്. ഭീതിയോടെ അവൾ അലറി വിളിച്ചു. ജോർജ് അവളെ ആശ്വസിപ്പിച്ചു. ശേഷം ഇരുവരും ചേർന്ന സഹായത്തിനായി തങ്ങളുടെ സുഹൃത്തായ പീറ്ററിൻ്റെ പക്കലേക്ക് ചെല്ലുകയാണ്. ജോർജ് ബിജെയെ നേരിടാനായി പീറ്ററിൻ്റെ കയ്യിൽ നിന്നും ആയുധങ്ങൾ വാങ്ങി. ശേഷം അവൻ ബിജെയുടെ താവളം എവിടെയാണെന്ന് പീറ്ററിനോട് ചോദിച്ചു. പീറ്ററിന് വ്യക്തമായി അതിനുള്ള ഉത്തരം അറിയില്ലായിരുന്നു. ഈ ഒരു സമയത്ത് ജോർജ് രോഗബാധിതനാണെന്ന് മനസ്സിലാക്കിയിരുന്ന മരിയാന ഉൾപ്പെടെയുള്ള പോലീസുകാർ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവർ
ജോർജിനെയും ടെസിയെയും കസ്റ്റഡിയിലെടുക്കുകയും ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തു. ഹോസ്പിറ്റലിലെത്തി അല്പസമയത്തിനകം തന്നെ സോംബി വൈറസ് ബാധയേറ്റിരുന്ന ടെസി മരണത്തിന് കീഴടങ്ങി. പോസ്റ്റ്മോർട്ടം ചെയ്യാനായി അവളുടെ ശരീരം മോർച്ചറിയിലേക്ക് മാറ്റി. എന്നാൽ അല്പസമയത്തിനകം തന്നെ അവൾ ഒരു സോംബിയായി ഉയർത്തെഴുന്നേറ്റിരുന്നു. അതീവ ക്ഷീണിതനായിരുന്ന ബിജെയുടെ പക്കലേക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാനായി മരിയാന എത്തി. ഈ നേരത്ത് മറ്റ് 2 പോലീസുകാർ കൂടി അങ്ങോട്ടേക്കെത്തുകയും മരിയാന അവരുടെ പക്കലേക്ക് ചെല്ലുകയും ചെയ്തിരുന്നു. അല്പസമയത്തിനകം തന്നെ മരിയാനയിലും സോംബി വൈറസിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുകയാണ്. ഈ ഒരു സമയത്ത് തനിക്കെതിരെയുള്ള തെളിവ് നശിപ്പിക്കാനായി ബിജെ ജോർജിനെ കൊല്ലുവാനായി എത്തിയിരുന്നു. ഉടൻ തന്നെ ബിജെയുടെ പുറകിൽ നിന്നും മരിയാന ബിജെയ്ക്ക് നേരെ തോക്കു ചൂണ്ടി. എന്നാൽ ഉഗ്രസ്ഫോടന ശേഷിയുള്ള ബോംബ് തൻ്റെ അരയിൽ കെട്ടിവച്ചായിരുന്നു ബിജെ അവിടേക്ക് എത്തിയിരുന്നത്. ഉടൻ തന്നെ ബിജെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർക്ക് നേരെയെല്ലാം വെടിയുതിർക്കാൻ ആരംഭിച്ചു. മരിയാനയ്ക്കും നെഞ്ചിലും കാലിലും വെടിയേറ്റിരുന്നു. ഈ ഒരു സമയത്ത് ജോർജ് ബിജെയെ കീഴ്പ്പെടുത്താനായി ശ്രമിച്ചെങ്കിലും സോംബി വൈറസ് ബാധ ഏറ്റിരുന്നതിനാൽ അവൻ അതീവ ക്ഷീണിതനായിരുന്നു. അക്കാര്യം മനസ്സിലാക്കി ബിജെ വീണ് കിടന്നിരുന്ന തോക്കെടുത്ത് ജോർജിനെ വെടിവെച്ച് കൊലപ്പെടുത്തി. ശേഷം ബിജെ ആ ഒരു തോക്ക് ഉപയോഗിച്ച് മരിയാനയെയും കൊലപ്പെടുത്താനൊരുങ്ങി. ഈ ഒരു സമയത്ത് സോംബിയായി മാറിയിരുന്ന ജോർജ് കഴുത്തിൽ കടിച്ച് ബിജെയെ ആക്രമിക്കുകയാണ്. എന്നിരുന്നാലും സോംബിയായി മാറിയ ജോർജിന് മറ്റു മാർഗമില്ലാതെ തെരേസയ്ക്ക് കൊലപ്പെടുത്തേണ്ടി വന്നു. ഇതേസമയം ജോർജിൽ നിന്നും സോംബി വൈറസ് ബാധയേറ്റിരുന്ന ഗർഭിണിയായ അവൻ്റെ സഹോദരിയും സോംബിയായി മാറിക്കഴിഞ്ഞിരുന്നു. അവളുടെ വയറ്റിലുള്ള കുഞ്ഞും ഒരു സോംബിയായി മാറിയിരിക്കുകയാണെന്ന് ജോർജിൻ്റെ അളിയൻ ഭീതിയോടെ തിരിച്ചറിഞ്ഞു. ശേഷം കാണിക്കുന്നത് ജോർജിൽ നിന്നും മാരകമായ ആക്രമണമേറ്റ് ചികിത്സയിൽ കഴിയുന്ന ബിജെയെയാണ്. ബിജെയെ അവൻ്റെ അനുയായിയായിരുന്ന ഒരു ഡോക്ടർ രഹസ്യമായി ചികിത്സിക്കുകയാണ്. ഈ ഒരു രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുന്നു.